മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ മടി വേറെ ആർക്കുമില്ലെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നാറുണ്ട് കേട്ടോ. ഉണ്ണേട്ടൻ ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കണം. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നേ. ഇതിപ്പോൾ പുറത്തിറങ്ങാൻ കാരണം ആവണി നമ്മളെ കലോത്സവ പരിപാടിക്ക് നമ്മളെ ഒപ്പനയിലുണ്ടായിരുന്നു, ഒപ്പനയിൽ പാട്ട് പാടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരുക്കി കൊടുക്കാനും പിന്നെ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് പുറത്തിറങ്ങുന്നത് തന്നെ, ഉണ്ണിയേട്ടൻ പോയതിന് ശേഷം കേട്ടോ. പിന്നെ അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല, ബാക്കി ഒട്ടുമിക്ക കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് വസ്തുത. പിന്നെ പിള്ളേർ അത്യാവശ്യം അവരുടേതായിട്ടുള്ള ഒരു 100% എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ആവണിക്കുട്ടി, പിന്നെ അവളുടെ ഫ്രണ്ട്സും, പിന്നെ നമ്മളെ മണവാട്ടീനായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു. അതേപോലെ നമ്മൾ പിള്ളേരായിട്ടൊരു പറഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ അവിടെ നിന്നുള്ള ഇത് നമ്മളെ PTA ഫ്രണ്ട്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് അതിലത്തെ തന്നെ ഒരു ഫ്രണ്ടിനെയും കിട്ടി, അപ്പോൾ അവളെയും കൂടെ പിടിച്ചിട്ടതിൽ. പിന്നെ രാത്രി വന്നിട്ട്, രാത്രിയല്ല വൈകിട്ട് നമ്മൾ ടിൻറ്റുട്ടനെ സിറ്റൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. പറഞ്ഞാലനുസരണയൊക്കെ ഇത്തിരി കുറവാട്ടോ, കുറച്ച് വലുതായിട്ടും ഉണ്ട് ആൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി ആകുമ്പോഴേക്കും തലവേദനയായപ്പോൾ അടുക്കള പിന്നെ മക്കളായിരുന്നു കയ്യേറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവണി പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നും വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വേറെ ഇത്തിരി എരിവുള്ളത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.